ഇത് 2025 വിഷു ദിവസത്തെ ചന്ദ്രനാണ്. ഇന്നലത്തെ ചന്ദ്രൻ, അതായത് വിഷുവിൻ്റെ തലേ ദിവസത്തെ ചന്ദ്രൻ ഒരു കൊച്ചമ്പിളി ആയിരുന്നു. അതായത് മൈക്രോമൂൺ എന്ന് പറയുന്ന അവസരത്തിൽ ചെറിയ ചന്ദ്രൻ. നമുക്ക് പരിചിതമായൊരു പദമാണ് സൂപ്പർ മൂൺ. അതായത് സാധാരണ മൂണിനേക്കാൾ വലുതും പ്രകാശം കൂടിയതുമാണ്. ഈ സൂപ്പർ മൂണിനേക്കാൾ ഒരു 30% പ്രകാശം കുറഞ്ഞ, ഒരു 14-16% വലിപ്പം കുറഞ്ഞ ചന്ദ്രനാണ് മൈക്രോമൂൺ. സത്യത്തിൽ ഇത് ഭൂമിയിൽ നിന്ന് താരതമ്യേന 4 ലക്ഷത്തിലധികം കിലോമീറ്റർ അകലം വരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ചന്ദ്രൻ സൂപ്പർ മൂണാകുന്ന അവസരത്തിൽ ഒരു 3.5 ലക്ഷം കിലോമീറ്ററേക്ക് അടുത്ത് വരും. ഒരു 50,000-52,000 കിലോമീറ്ററിൻ്റെ വ്യത്യാസം ഉണ്ടാവും എന്നർത്ഥം. അപ്പോൾ അത്തരൊരു ചന്ദ്രനാണ്. മറ്റ് പ്രത്യേകതകളൊന്നുമില്ല. ഇതിൽ അത്യപൂർവമായ പ്രതിഭാസമൊന്നുമല്ല. എങ്കിൽ ഈ പ്രാവശ്യം വിഷുവിന് അത് സ്പൈക്ക അഥവാ ചിത്ര എന്ന നക്ഷത്രത്തിൻ്റെ വളരെ സമീപത്തായിരുന്നു. ചൈത്ര പൗർണമിയെന്നോ അല്ലെങ്കിൽ വസന്ത പൗർണമി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു പൗർണമി കൂടിയായിരുന്നു. ഏതായാലും വിഷുവിന് വലിയ കാറ്റും മഴയൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ആകാശം മേഘാവൃതമായിരുന്നു. 2025 വിഷു മനോഹരമായ തെളിഞ്ഞ ആകാശം പല സ്ഥലങ്ങളിലും കണ്ടു. എന്നാലും മലയോര മേഖലകളിൽ വേനൽ മഴ ഉണ്ടായിരുന്നു. ഏതായാലും പൗർണമിയോടൊപ്പമുള്ള ഒരു വിഷു ആയിരുന്നു 2025 എന്ന് നമുക്ക് തുറന്നു പറയാം. ആകാശത്തിൻ്റെ നിരവധി കൗതുകങ്ങളുമായി ഇനിയും വാനരസം നിങ്ങളുടെ മുന്നിലെത്തും. ആകാശത്തെ നേരിട്ട് അവതരിപ്പിക്കുകയാണ്. ഇതിൽ എക്സാജറേഷനുകൾ, അതിശയോക്തികൾ ഇല്ല, ഇല്ല. നേരിട്ട് കഴിയുന്നതോ ആകാശത്തെ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ്. ഞാൻ സുരേന്ദ്രൻ പുന്നശ്ശേരി, അമേച്വർ വാനനിരീക്ഷകൻ, അസ്ട്രോ കോളമിസ്റ്റ്. വാനരസം എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും അധ്യാപകർക്കും സാധാരണക്കാർക്കും പ്രയോജനപ്പെടും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വിഷ് യു ആൾ ദ ബെസ്റ്റ്. ഹാപ്പി സ്കൈ വാച്ച്.